സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ അച്ഛന് വേണ്ടി എനിക്ക് നിന്നെ വിട്ടു പിരിയേണ്ടി വരുമെന്ന് ഞാൻ എങ്ങനെയാ നിന്നോട് പറയേണ്ടത്? അതിനു വേണ്ടി സത്യം മറച്ചു വെച്ച് നിന്നെ ദ്രോഹിക്കാൻ എനിക്ക് ഒരിക്കലും ആവില്ല. രാധിക, നീ വന്നു അല്ലേ? ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരുന്നേ. നിനക്കെന്ന് എന്തു പറ്റി രാധിക? നീ പെട്ടെന്ന് എല്ലാം ഇട്ടറിഞ്ഞ് ഓടിപ്പോയത്? അത് പിന്നെ അത് വന്നമർ ഒരു ഇമ്പോർട്ടന്റ് കോള് വന്നിരുന്നു, അതുകൊണ്ടാ ഞാൻ പോയത്. ഇമ്പോർട്ടന്റ് കോള് വന്നുകൊണ്ട് പോയെന്നോ? എന്നെക്കാളും നിനക്ക് ആ കോൾ ചെയ്ത ആളാണോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്? നീ എൻ്റെ അമ്മയുടെ സാരി ഉടുത്ത് കണ്ടപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയോ നിനക്ക്? ഈ ലോകത്തിൽ വച്ച് നീയാ എനിക്ക് എല്ലാമെന്ന് ഞാൻ കരുതിയത്. നിന്റെ മനസ്സിലും എന്നെക്കുറിച്ച് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചേ. എന്നാ നീ ഞാൻ തന്ന ഗിഫ്റ്റ് പോലും തിരികെ തന്ന് എന്നെ വിട്ട് ഓടിപ്പോയപ്പോ എന്റെ ഹൃദയം എത്ര വേദനിച്ചെന്നറിയോ? എന്താന്ന് വെച്ചാ നീ ഫോൺ വന്ന ഉടനെ ഓടിപ്പോയില്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്തു പറ്റി രാധിക? 2 ദിവസമായിട്ട് നീയും വല്ലാതിരിക്കുകയാണല്ലോ. നിന്റെ ഉള്ളിലെന്തോ വലിയ വിഷമമുള്ള പോലെ. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ മറച്ചു വെക്കാതെ തുറന്നു പറയൂ. നീ എന്നെ വിട്ടുപോകുന്ന കാര്യമല്ലാതെ മറ്റെന്ത് കാര്യമാണെങ്കിലും ശരി, അതെനിക്ക് താങ്ങാൻ കഴിയും. എന്നോട് പറയൂ രാധിക, നിനക്ക് എന്താ പറ്റിയത്? സത്യം പറയുന്നതിന് ഞാൻ ഇനിയും ലേറ്റായ അമറിന് അത് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് അവനോട് സത്യം പറയുന്നതായിരിക്കും നല്ലത്. നീ ഒന്ന് പറയൂ രാധിക. നീ ഇങ്ങനെ മിണ്ടാതെ മൗനമായിട്ടിരിക്കുന്ന ഓരോ നിമിഷവും ടെൻഷൻ കൊണ്ട് എന്റെ ഹൃദയം വല്ലാതെ വിങ്ങി പൊട്ടുക രാധിക. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.